വിഭാഗത്തിലെ എല്ലാ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ഇസ്ലാമിക പഠനവും അറബി ഭാഷാ പരിശീലനവും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിലുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചാണ് പുതിയ നീക്കമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും ഹൂത്തികൾ ഉൾപ്പെടെയുള്ള അവരുടെ സഖ്യകക്ഷികളും വൻ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സൈനികർക്ക്, പ്രത്യേകിച്ച് ഇന്റലിജൻസ് വിഭാഗത്തിന് അറബ് ഇസ്ലാമിക പഠനം നിർബന്ധമാക്കാനുള്ള IDF തീരുമാനത്തിന് പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാകും? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആയ അമാൻ മേധാവി മേജർ ജനറൽ ഷലോമി ബിന്ദറിന്റെ നേതൃത്വത്തിലാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടക്കുന്നത്. 2026 അവസാനത്തോടെ അമാൻ വിഭാഗത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക പഠന പരിശീലനം പൂർത്തിയാക്കണം. 50% പേർ അറബി ഭാഷാ പരിശീലനം നേടണമെന്നും ഉത്തരവിലുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണം ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമാണ്. സാധാരണ അതീവ സുരക്ഷയുള്ള ഗസ അതിർത്തി വഴി ആയിരക്കണക്കിന് ഹമാസ് പോരാളികളാണ് ദക്ഷിണ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയത്. 240 പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ഇവിടെ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിലടക്കം നടന്ന ആക്രമണങ്ങളിൽ 1200-ലധികം ഇസ്രായേലികളും വിദേശ പൗരന്മാരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇന്റലിജൻസ് വിവരങ്ങളുടെ വിശകലനത്തിലുണ്ടായ പാളിച്ചകളാണ് ഇത്തരമൊരു ആക്രമണം മുൻകൂട്ടി കാണുന്നതിലും പ്രതിരോധമൊരുക്കുന്നതിലും വീഴ്ച സംഭവിക്കാൻ കാരണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിലയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ ആരംഭിക്കാൻ സൈന്യം തീരുമാനിച്ചത്. ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അറബി ഭാഷയിലും ഇസ്ലാമിക സംസ്കാരത്തിലുമുള്ള അറിവിന്റെ അഭാവം ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. അമാൻ മേധാവി ഷലോമി ബിന്ദറിന്റെ നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് വിഭാഗത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നുകിൽ അറബി ഭാഷ പരിശീലനം നേടുകയോ ഇസ്ലാമിക സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുകയോ വേണം. സാങ്കേതിക വിഭാഗത്തിലുള്ളവർക്കും ഇത് ബാധകമാണ്. ഹൂത്തി ഇറാഖി ഭാഷാഭേദങ്ങളിൽ പ്രത്യേകമായ പരിശീലനവും ഉണ്ടാകും. ഹൂത്തി ആശയവിനിമയങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നേരിട്ട വെല്ലുവിളികൾ കൂടി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാന ഘടകമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അറബിക് ഇസ്ലാമിക പഠനങ്ങൾക്കായി പുതിയൊരു വിഭാഗം ആരംഭിക്കാനും IDF പദ്ധതിയിടുന്നുണ്ട്. വിവർത്തകർ, റേഡിയോ ഓപ്പറേറ്റർമാർ, ഇന്റലിജൻസ് ഗവേഷകർ എന്നിവർക്കെല്ലാം ഈ വിഭാഗം പരിശീലനം നൽകും. ബ്രിഗേഡ്, ഡിവിഷൻ തലങ്ങളിലെ ഇന്റലിജൻസ് ഓഫീസർമാർക്ക് ഉയർന്ന തലത്തിൽ അറബി ഭാഷാ പരിജ്ഞാനവും ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും ഉണ്ടായിരിക്കണമെന്നാണ് IDFന്റെ ദീർഘകാല പദ്ധതി. അറബിക് മിഡിൽ ഈസ്റ്റേൺ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇസ്രായേലിലെ മിഡിൽ ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചിരുന്ന ടെലേം എന്ന പേരിലുള്ള പ്രോഗ്രാമും പുനരാരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം 6 വർഷം മുൻപ് ഈ പ്രോഗ്രാം നിർത്തലാക്കിയിരുന്നു. അറബി പഠനവും ഇതിനു പിന്നാലെ കുത്തനെ കുറഞ്ഞതായാണ് സൈന്യം വിലയിരുത്തുന്നത്. ടെലേം പുനരാരംഭിക്കുന്നതോടെ ഭാവിയിൽ സൈന്യത്തിൽ ചേരുന്നവർക്ക് അറബി ഭാഷയിലും മിഡിൽ ഈസ്റ്റേൺ സംസ്കാരത്തിലും മുൻകൂർ പരിജ്ഞാനം നൽകാൻ സഹായിക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സുരക്ഷാ ഭീഷണികൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ അറബി ഭാഷയിലുള്ള പരിജ്ഞാനവും ഹൂത്തി ഇറാഖി ഭാഷാഭേദങ്ങളിലുള്ള അറിവും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കരുത്താകുമെന്നാണ് IDFന്റെ വിലയിരുത്തൽ. എതിരാളികളുടെ ആശയവിനിമയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഇത് നിർണായകമാണ്. യൂണിറ്റ് 800 പോലെയുള്ള സൈബർ ഇന്റലിജൻസ് വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഈ പരിശീലനം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഫലസ്തീനുകളുടെ അറബി ആശയവിനിമയങ്ങളെ മനസ്സിലാക്കാൻ യൂണിറ്റ് 800 ഒരു ലാൻഡ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു.